2024 തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചായിരുന്നു പ്രകാശനം നിർവഹിച്ചത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വീരാൻകുട്ടി മാഷാണ് പ്രകാശനം ചെയ്തത്. രണ്ടാമത് ഈ വേദിയിൽ വെച്ച് മലയാളത്തിലെ എന്നല്ല, ഇന്ത്യയുടെ ഏറ്റവും അറിയപ്പെടുന്ന ഗോത്ര സാഹിത്യകാരിൽ പ്രമുഖരായ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള വലിയൊരു സന്തോഷവും കൂടി അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. പല കാലങ്ങളിലായി എഴുതിയ പല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ എഴുതിയ എൻ്റെ പ്രണയ കവിതകളുടെ ഒരു സമാഹാരമാണ് പ്രണയ ചെമ്പരത്തി എന്ന ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു പ്രണയോപഹാരം പോലെ സമ്മാനിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ഈ സമാഹാരത്തിലെ ഒരു കവിത മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഒരു ചെറിയ അവതരിപ്പിക്കുകയാണ്. പുസ്തകമൊക്കെ ഈ കവിതകളൊക്കെ എഴുതുന്ന സമയത്ത് എഴുതുന്നതാണ്, പിന്നെ അത് കാണാതെ പറയാൻ അറിയാത്തത് കൊണ്ടാണ് നോക്കി വായിക്കുന്നത്. ഞാൻ ഇതിലെ ഒരു 3 കവിത ഈ അവസരത്തിൽ വായിക്കാം. നമുക്കിടയിൽ പാതിരാ കായൽ വെളിച്ചത്തിന്റെ മണം ഈ പ്രണയ ചെമ്പരത്തിയിലെ 1ാമത്തെ കവിതയാണ്. ഇടവേളകൾക്ക് ശേഷം നീ വിളിച്ച മാമ്പഴ സന്ധ്യ, എൻ്റെ നാട്ടിൽ തണുത്തും കുളിർന്നും ഒരു കാറ്റ് വീശി, ചെമ്പകമുടൽപൂത്ത നിൻ മണമാർന്ന ഒരു പാതിരാ കായൽ കാറ്റ്. വൈദ്യുതി നിലച്ചെങ്കിലും ബൾബുകൾ കെട്ടുവെങ്കിലും ഓരോ വീടുകളിലും ചിമ്മിനി വിളക്കിൽ ഓറഞ്ചല്ലി പഴുത്തു. വെളിച്ചത്തിന്റെ പുതുമണം ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ തിരിച്ചറിയുകയായിരുന്നു. നമ്മൾ പരസ്പരം നിറച്ചു വച്ചിരുന്ന പ്രണയത്തിന്റെ നിശബ്ദതകൾ, നമ്മൾ പരസ്പരം നിറച്ചു വച്ചിരുന്ന പ്രണയത്തിന്റെ നിശബ്ദതകൾ ഏതോ ഒരു ചിമ്മിനി വിളക്കിൽ നിറഞ്ഞങ്ങനെ കത്തുകയാണ്. ഞാൻ നിന്നിൽ കൊളുത്തി വച്ചിരിക്കുന്ന പ്രേമം അതിലാളിക്കലമ്പുകയാണ്. കരിന്തിരി കത്താതിരിക്കാൻ ഒരു ചിമ്മിനി നിറയെ നീല മണ്ണെണ്ണ നിറച്ചു വച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ചുവന്ന റിബൺ കൊണ്ട് മുടി പിന്നി സ്വർണ്ണ പുള്ളിയെടുപ്പിട്ട് കണ്ണെഴുതിയ പെൺകുട്ടി. കടലൊളിഞ്ഞൊരു കായൽക്കാറ്റും പെൺമനീറുന്ന ഒരു ചിമ്മിനി വിളക്ക്, ഒരു പെൺകുട്ടിയും നിന്റെ പിൻവിളിക്ക് കാതോർത്ത് ഇപ്പോഴും എന്നെ നോക്കിയിരിക്കുകയാണ്. 2 കുഞ്ഞു കവിതകൾ കൂടി. പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണത്രേ. അതിനാലായിരിക്കാം എൻ്റെ ശൂന്യതയിൽ നിന്റെ പ്രകാശം ഇത്ര വേഗത്തിൽ പരന്നൊഴുകുന്നത്. തിര ആർത്തിരമ്പി അലയടിച്ചു വരുന്ന എത്ര തിരകളാണ് കരയെ തൊടാനാകാതെ കടലിൽ പിടഞ്ഞു വീഴുന്നത്. നന്ദി.